വീട്ടുകാരൊക്കെ വിട്ടുവന്നപ്പോൾ എൻ്റെ കൂടെ ജീവിക്കാനുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മാത്രമാകുമല്ലോ, അതിനൊരു സങ്കടവും കൂടി ഉണ്ടായിരുന്നു ഇതുവരെ. ബട്ട് ഇതോടുകൂടി ആ സങ്കടങ്ങളൊക്കെ പോകാൻ തുടങ്ങി. ഡോക്ടർ ഇപ്പോൾ ഇല്ല എന്നോട് പറഞ്ഞേ ഇങ്ങനെ പ്രഗ്നന്റ് ലേഡീസിന്റെ അടുത്ത് ഇരുന്ന് പുക വലിക്കരുതെന്ന്. ഇറ്റ് വിൽ എഫക്റ്റഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ടു സ്റ്റോപ്പ് ദിസ് ഹാബിറ്റ്. ഡോക്ടർമാരൊക്കെ പലതും പറയും, അതൊന്നും കാര്യമില്ലടോ. നമ്മുടെ മുത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിന്റെ ഈ കുമ്പുള്ളപ്പോൾ ഇതൊന്നും എഫക്റ്റ് ആവില്ലടോ. പിന്നെ ഇത് വിടുന്ന കാര്യം, ഒരു 35-ലായിട്ടുള്ളൂ, ഒരു 40-എങ്കിലും ആവട്ടെ, ലൈഫ് എൻജോയ് ചെയ്തിട്ടു. അവിടെ മോളിരിക്കുന്നത് കാണുന്നില്ലേ? നമുക്ക് ഒന്ന് പുറത്തു പോയി വലിച്ചൂടാ. അവളുടെ ലങ്സ് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ലിമിറ്റ് ഓഫ് ഓൾ മെഡിസിൻസ്. അവളിപ്പോഴല്ല ജീവിക്കാൻ തുടങ്ങിയത്. ഈ പ്രായത്തിലൊക്കെ എന്ത് തെറ്റാ അവള് ചെയ്ത്? ഒരു കാരണമില്ലാതെ കുട്ടികൾക്കൊക്കെ ഇഷ്യൂസ്. ഹസ്ബൻഡ് നല്ല സ്മോക്കർ ആയിരുന്നില്ലേ? മേ ബി ആക്റ്റീവ് സ്മോക്കറിനേക്കാൾ കൂടുതൽ സാധ്യത. അറിയാലോ. സോറിയടോ, നീ ഞാൻ വലിക്കൂല, ഐ പ്രോമിസ്. But it's too late. അമ്മ ആരോടാ സംസാരിക്കുന്നേ?